ഈശോയിൽ സ്നേഹമുള്ളവരെ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിച്ചു മടുത്തു, ഇനി ഏത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടതെന്നറിയില്ല, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇങ്ങനെ വലിയ നിരാശയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അങ്ങനെയുള്ളവർ ഇതൊന്ന് കേൾക്കണം കേട്ടോ. ആത്മീയ മനുഷ്യരാണെങ്കിലും നമ്മെ പെട്ടെന്ന് പിടികൂടാവുന്ന ഒരു സാധ്യതയുണ്ട്, നിരാശ. ആഗ്രഹിച്ചതുപോലെയോ ഉദ്ദേശിച്ചതുപോലെയോ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന അവസ്ഥ. ഇത് ശരിയായ ആത്മീയതയല്ല. പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഫലം തരണോ വേണ്ടയോ എന്നത് തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിനാണ്. അതുകൊണ്ട് ചോദിക്കാതിരിക്കരുത്, ചോദ്യം നിർത്തി പോകുകയുമരുത്. കാരണം വചനം ഇക്കാര്യത്തിൽ നമ്മോട് പറയുന്നത് ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗങ്ങൾക്കുമേൽ ദൈവത്തിന് ഇറങ്ങി വരാതിരിക്കാനാവില്ല. കാരണം ദൈവം തന്നെയാണല്ലോ അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന കാര്യം തുടർച്ചയായി പറയുന്നത്. ആദ്യം പറഞ്ഞ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7-8 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ശരിയല്ലേ? പ്രിയപ്പെട്ടവർ, ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നാം അവർക്ക് അത് നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പൻ തന്നെയായ നമ്മുടെ ദൈവം നാം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തരാതിരിക്കുമോ? ഒരു പക്ഷേ മനുഷ്യരോട് സഹായം ചോദിച്ചാൽ അവർ കൈമലർത്തിയെന്നിരിക്കും. എന്നാൽ എൻ്റെ നല്ല ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, എൻ്റെ അഭ്യർത്ഥന നിരസിക്കുകയുമില്ല. ഇങ്ങനെയൊരു വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് വചനത്തിൻ്റെ അടിത്തറയിൽ നമുക്ക് വളർന്നു മുന്നേറാം, കരുത്തു നേടാം. അങ്ങനെയെങ്കിൽ നാം ഒരിക്കലും പ്രാർത്ഥനയിൽ നിരാശപ്പെടുകയില്ല. പ്രതിസന്ധി സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. ഇന്ന് മറ്റൊരു ശക്തമായ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ പലരും കഷ്ടതകളുടെ സമയത്ത് ചൊല്ലുന്ന ഒരു ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണിത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. 3 ദിവസത്തെ നമ്മുടെ അത്ഭുത പ്രാർത്ഥനയിലൂടെ ഒത്തിരി മക്കൾക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളുടെ കമൻറ്റുകളിലൂടെയൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കി കേട്ടോ. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം. ഞാനിന്ന് പറയാൻ പോകുന്ന ഈ പ്രാർത്ഥനയും നല്ലൊരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ആവശ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലി ഈശോയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലെ ഈ പ്രയാസകരമായ സമയത്ത് ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. എൻ്റെ ഭാരങ്ങളും വേദനകളും ഭയങ്ങളും ആശങ്കകളും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്ക് കാണാൻ കഴിയാത്ത വഴികൾ അങ്ങ് തുറന്നു തരണമേ. തളർന്നിരിക്കുന്ന എൻ്റെ ഹൃദയത്തിന് ധൈര്യവും പ്രത്യാശയും നൽകണമേ. എൻ്റെ കുടുംബത്തെയും ജോലിയെയും ആരോഗ്യത്തെയും ഭാവിയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ സമയത്തും അങ്ങയുടെ ഇഷ്ടപ്രകാരവും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വിടുതലും സമാധാനവും നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു 3 വചനങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഈ 3 വചനങ്ങളും നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 5-ാമത്തെ തിരുവചനം: ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. മറ്റൊരു വചനം യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനം: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും.
നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? മറ്റൊരു വചനം ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വാസപൂർവം ഏറ്റുപറഞ്ഞ് കഷ്ടതയുടെ നാളുകളിൽ പ്രാർത്ഥിക്കാവുന്നതാണ്.